എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊരു കവിതയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കവിതാസേ എന്ന് വെച്ചാൽ കവിതയിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹർ तरह की सुख सुविधाएं पाकर भी പക്ഷി പിഞ്ചരെ में बंद क्यों नहीं रहना चाहते. ഹർ तरह की എല്ലാ വിധത്തിലുള്ള സുഖസുവിധായെ സുഖങ്ങളും സൗകര്യങ്ങളും സുവിധായെ ഫെസിലിറ്റീസ് പാക്കർ ബി കിട്ടിയിട്ടും പക്ഷികൾ പിഞ്ചരേമേ കേജിൽ കൂടിനകത്ത് ബന്ദ് ക്യൂ നെയ് രഹന ചാത്തെ ഹെ ആ ബന്ധായിട്ട് പറഞ്ഞാൽ അടച്ചിട്ടിരിക്കാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്. हर प्रकार की सुविधाएं पाकर भी പക്ഷി പിഞ്ചരെ में बंद नहीं रहना चाहते क्योंकि എന്തുകൊണ്ടെന്നാൽ ഉനെ വഹാ ഉടനേക്ക് ആസാദി नहीं है അവർക്ക് അതിനകത്ത് ഉടനേക്ക് പറക്കാനുള്ള ലിബർട്ടി ആസാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഇല്ല അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല അവർക്ക്. വേ തോ खुले आसमान में ऊंची उड़ान भरना അവർക്ക് എന്താ ഇഷ്ടം ഖുലെ ആസ്മാൻ മേ തുറന്ന ആകാശത്ത് ഊഞ്ചി ഉഡാൻ ഭർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉയരത്തിൽ പറന്ന് നടക്കുക. ഉഡാൻ ഭർണ എന്ന് വെച്ചാൽ പറന്ന് നടക്കുക. നദി ജർണൂക്ക ബെഹത്ത ജൽ പീന നദിയും ജർണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർഫാള് അപ്പോൾ അതിൽ നിന്നും എല്ലാം ബെഹത്ത ജൽ പീന ഒഴുകുന്ന വെള്ളം കുടിക്കുക. കടുവി നിബോരിയാ ഖാന കയ്പുള്ള വേപ്പിൻ്റെ കുരു വേപ്പിൻ്റെ സീഡ് നിബോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ സീഡ് അതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിക്കുക. പേടിക്ക് ഊഞ്ചി ഡാലി പർ ജൂൽന മരത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള കൊമ്പുകളിൽ ആടുക. ജൂൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാൽ ആടണേന് പറയും ആടുക. സ്വിങ് കൂതന ചാടുക. ഫുദക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചാട് തന്നെയാണ്. അതിൻ്റെ അർത്ഥം കിളികൾ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ചാടില്ലേ അതിനെയാണ് ഫുദക്കന എന്ന് പറയുക. അപ്പനി പസന്ദിക്ക് അനുസാർ അലഗ് അലഗ് ഋതുവുമേ തൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് വേറെ ഋതുക്കളിൽ പറഞ്ഞാൽ ഓരോരോ ഋതുക്കൾ മാറി വരുമ്പോൾ സീസൺ മാറി വരുന്നതനുസരിച്ച് ഫലോക്കെ ദാനെ ചുഗ്ന ഫ്രൂട്ട്സിൻ്റെ ദാന അതിൻ്റെ ധാന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അത് കൊത്തി തിന്നുക. ചുഗ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തി തിന്നുക. ഓർ ക്ഷിതിജ് മിലൻ കർണാഹി പസന്ത് ഹെ ക്ഷിതിജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറൈസോൺ എന്ന് പറയില്ലേ നമ്മൾ എവിടെയാണോ ഭൂമിയും ആകാശവും കൂടി ഇങ്ങനെ മുട്ടുന്ന പോലെ മീറ്റ് ആവുന്ന പോലെ ഒരു സ്ഥലമില്ലേ ഹൊറൈസൺ അങ്ങനെ കാണപ്പെടുന്നത് നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു പ്രിട്ടൻഡിങ് ആണത്. അപ്പോൾ അതിനാണ് ക്ഷിതിജ് എന്ന് പറയുക. അപ്പോൾ ക്ഷിതിജ് മിലൻ കർണ പറഞ്ഞാൽ അവിടം വരെ എത്തുക അതിൻ്റെ അർത്ഥം അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. യഹി കാരൺ ഹെ കി ഹർ തരക്കി സുഖ സുവിധാവും പാക്കർ ബി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിയിട്ടും പക്ഷി പിഞ്ചരമേ ബന്ദ് നഹി രഹന ചാത്തെ പക്ഷി കൂടിനുള്ളിൽ അടച്ചിട്ടിരിക്കാൻ ഇഷ്ടപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ പക്ഷി ഉന്മുക്ത് രഹക്കർ അപ്പനി കോൺ സി ഇച്ഛായേം പൂരി കർണ ചാത്തെ ഹെ പക്ഷി സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഉന്മുക്ത് രഹക്കർ എന്ന് വെച്ചാൽ അപ്പനി കോൺ സി ഇച്ഛായെ തൻ്റെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് പൂരി കർണ ചാത്തെ ഹെ ഫുൾഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആൻസറിൻ്റെ അതേ തന്നെയാണ് കേട്ടോ ഇതും പറഞ്ഞ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ. പക്ഷി ഉന്മുക്ത് രഹക്കർ അപ്പനി ഇൻ ഇച്ഛാവും കോ പൂരാ കർണ ചാത്തെ ഹെ ഈ താഴെ പറയുന്ന ഇച്ഛകൾ ആഗ്രഹങ്ങളൊക്കെയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. വേ ഖുലെ ആസ്മാൻ മേ ഉടന ചാത്തെ ഹെ ആദ്യത്തെ എന്താണ് ഖുലെ ആസ്മാൻ മേ ഓപ്പണായിട്ട് ഉള്ള ആകാശത്തെ പറഞ്ഞാൽ തുറന്ന ആകാശത്ത് പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. വേ അപ്പനി ഗതിസെ ഉഡാൻ ഭർണ ചാത്തെ ഹെ തൻ്റെ ഗതി അനുസരിച്ചിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ വേണോ എവിടേക്ക് വേണോ അങ്ങനെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉഡാൻ ഭർണ പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ എത്ര ഉയരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര വേഗത്തിലോ അങ്ങനെ വേണം. നദി ജർണോക്ക ബെഹത്ത ജൽ പീന ചാത്തെ ഹെ നദിയിലെയും വെള്ളച്ചാട്ടത്തിലും ഉള്ള ഒഴുകി വരുന്ന വെള്ളത്തിനേക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നു. നീം കെ പേടിക്ക് കടുവി നിബോരിയാ ഖാന ചാത്തെ ഹെ വേപ്പ് മരത്തിലെ കടുവി കയ്പുള്ള നിബോരിയ കയ്പുള്ള അതിൻ്റെ സീഡ്സ് അതിൻ്റെ കുരുക്കൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പേടിക്ക് സബി ഊഞ്ചി ഫുനുഗി പർ ജുൾന ചാത്തെ ഹെ മരത്തിൻ്റെ എല്ലാ ഊഞ്ചി ഫുനുഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിലുള്ള ഫുനുഗി എന്ന് വെച്ചാൽ ഏറ്റവും അറ്റം പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഭാഗം ഒരു മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള അറ്റത്തെ ഭാഗത്തിനെയാണ് ഫുനുഗി എന്ന് പറയുന്നത് എഡ്ജ്. ആ ഭാഗത്ത് പോയി ജൂൽന ചാത്തെ ഹെ ഇങ്ങനെ സ്വിങ് ചെയ്യാൻ ഊഞ്ഞാലാടന പോലെ ആടാൻ ആഗ്രഹിക്കുന്നു.
वे आसमान में ऊंची उड़ान भरकर अनार के दानों रूबी तारों को चुगना चाहते हैं. ആസ്മാൻ മേ ഊഞ്ചി ഉടാൻ ഭർക്കർ, ആകാശത്ത് ഉയർന്ന് പറന്ന് നടന്ന്, അനാർ കെ ദാനെ, അനാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോമോഗ്രാനൈറ്റ്, മാതളങ്ങ എന്ന് പറയില്ലേ അതിന്. അപ്പോൾ ആ പോമോഗ്രാനൈറ്റിൻ്റെ ദാനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണികൾ, അനാറിൻ്റെ മണികൾ പോലെ ഉള്ള നക്ഷത്രങ്ങളെ ചുഗ്ന ചാഹത്തെ ഹെ, അതിനെ കൊത്താൻ ആഗ്രഹിക്കുന്നു, അതിനെ കൊത്തി തിന്നാൻ ആഗ്രഹിക്കുന്നു. ക്ഷിതിജ് മിലൻ കർണ ചാഹത്തെ ഹെ, ക്ഷിതിജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറൈസോൺ, ഭൂമിയും ആകാശവും ഒരുമിക്കും എന്ന് തോന്നുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടം വരെ എത്താൻ ആഗ്രഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവ് സ്പഷ്ട കീജിയെ. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തൻതി സാസോं की डोरी. ക്ഷിതിജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറൈസോൺ, ഭൂമിയും ആകാശവും ഒരുമിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, പക്ഷേങ്കിൽ അതൊരു അസംഷനാണ്, പറഞ്ഞാൽ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും ദൂരെ അല്ലെങ്കിൽ അത്രയും മുകളിൽ ദൂരെ. അപ്പോൾ യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത, ഒന്നല്ലെങ്കിലോ ക്ഷിതിജിൽ എത്തിച്ചേരും, കണ്ടുമുട്ടും, അല്ലെങ്കിലോ തൻതി സാസോं की डोरी എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാൺ ത്യാഗ് കർണ അല്ലെങ്കിൽ പ്രാൺ ന്യോച്ചാവർ കർണ, പറഞ്ഞാൽ പ്രാണൻ വെടിയുക അല്ലെങ്കിൽ പ്രാണൻ വെടിയുക. ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഇസ് പങ്ക്തി മേ കവി പക്ഷി കെ മാധ്യം സെ കഹന ചാഹത്ത ഹെ കി, ഈ ലൈനിൽ കൂടി കവി ഒരു പക്ഷിയായിട്ട്, ഒരു പക്ഷിയിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, യദി മേ സ്വതന്ത്ര ഹോത്താത്തോ, ഞാൻ സ്വതന്ത്രനാണ് എങ്കിൽ ഉസ് അസീം ക്ഷിതിജ് സെ മേരി ഹോഡ് ഹോ ജാത്തി. അസീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിസ്കി കോയി സീമ ന ഹോ, സീമ എന്ന് വെച്ചാൽ ലിമിറ്റ്, ബോർഡർ. അപ്പോൾ ബോർഡർ ഇല്ലാത്തത്, ലിമിറ്റ് ഇല്ലാത്തത്. അപ്പോൾ ആ ലിമിറ്റ് ഇല്ലാത്ത ആ ക്ഷിതിജിൽ മേരി ഹോഡ് ഹോ ജാത്തി, പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടുമുട്ടും. ഹോഡോനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പീറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മുക്കാബല കർണ, നേരിടുക. അപ്പം ഞാൻ അവിടെ എത്തും, ഞാൻ അത് കണ്ടുമുട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. മേ ഇൻ ചോട്ടി ചോട്ടി പങ്കോ സെ ഉടുക്കർ യാ തോ ഉസ് ക്ഷിതിജ് സെ ജാക്കർ മിൽ ജാത്ത, ഞാൻ ഈ ചെറിയ ചെറിയ ചിറകുകൾ കൊണ്ട് പറന്ന് ഒന്നല്ലെങ്കിലോ ആ ക്ഷിതിജിൽ എത്തിച്ചേരും. യാ ഫിർ മേരാ പ്രാണാന്ത് ഹോ ജാത്ത, അല്ലെങ്കിലോ എൻ്റെ പ്രാണൻ അവസാനിക്കും, അതായത് ഞാൻ മരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാസെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കവിതയിൽ ഉള്ളത് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി നമ്മൾ സ്വന്തം ആലോചിച്ച് എഴുതേണ്ട ആൻസറുകൾ, അതാണ് കവിതാസെ ആകെ എന്ന് ഉദ്ദേശിക്കുന്നത്. കൈ ലോക് പക്ഷി പാൽത്തേ ഹെ, കുറേ ആൾക്കാർ പക്ഷികളെ വളർത്താറുണ്ട്. പക്ഷിയോ കോ പാലന ഉചിത് ഹെ അഥവാ നെഹി, പക്ഷികളെ വളർത്തുന്നത് ഉചിതമാണോ അല്ലയോ, അങ്ങനെ ചെയ്യാൻ പാടുമോ ഇല്ലയോ. അപ്നെ വിചാർ ലിക്കിയേ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ക്യാ ആപ്നെ യാ ആപ്കി ജാൻകാരി മേ കിസി നെ ഭി കോയി പക്ഷി പാല ഹെ, നിങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ വേറെ ആരെങ്കിലും കബി കോയി പക്ഷി പാല ഹെ, ബേർഡ്സിനെ വളർത്തിയിട്ടുണ്ടോ, പക്ഷികളെ വളർത്തിയിട്ടുണ്ടോ, എന്താ. उसकी देख रेख किस प्रकार की जाती होगी लिखिए. അതിനെ സംരക്ഷിക്കുന്നത്, ദേഖ് രേഖ് എന്ന് പറഞ്ഞാൽ അതിനെ നോക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത് ഏത് വിധത്തിലായിരിക്കണം എന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ എൻ്റെ ആൻസർ, ഹമാരി ദൃഷ്ടികോൺ സെ പക്ഷിയോ കോ പാലന ഉചിത് നഹി ഹെ, ഞങ്ങളുടെ ദൃഷ്ടികോൺ അനുസരിച്ചിട്ട്, അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട്, നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോൾ എന്നൊക്കെ പറയില്ല, അതാണ്. പക്ഷിയോ കോ പാലന ഉചിത് നഹി ഹെ, പക്ഷികളെ വളർത്തുന്നത് ഉചിതമല്ല, ശരിയായ കാര്യം അല്ല. ഇസ്സെ ഹം ഉൻകി ആസാദി പർ റോക്ക് ലഗാ ദേത്തെ ഹെ, ഇത് ചെയ്യുന്നത് മൂലം, നമ്മൾ അങ്ങനെ വളർത്തുന്നത് മൂലം അവരുടെ സ്വാതന്ത്ര്യത്തിൽ, ആസാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം, ഫ്രീഡം, അതിൽ റോക്ക് ലഗാ ദേത്തെ ഹെ, പറഞ്ഞാൽ അതിനെ തടയുകയാണ് ചെയ്യുന്നത്. ഉൻകി ഇച്ഛാവോ, അവരുടെ ഇഷ്ടങ്ങൾ, സപ്പുനോ സ്വപ്നങ്ങൾ, തഥാ അർമാനോ, അർമാനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടങ്ങൾ തന്നെയാണ്, ആഗ്രഹങ്ങൾ, ആശ എന്നൊക്കെ പറയാം, പറഞ്ഞാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. പർ പാബന്തി ലഗ് ജാത്താ ഹെ, അതിനെല്ലാം തടസ്സമായി തീരും. പാബന്തി ലഗ്ന എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യുക, അതൊക്കെ തടഞ്ഞു വെച്ച പോലെ ആകും. അതഹ പക്ഷിയോ കോ പാലന സഹി നഹി ഹെ, മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? പക്ഷികളെ വളർത്തുന്നത് ശരിയായ കാര്യമല്ല. ഉനെ പ്രകൃതി മേ സ്വച്ഛന്ത വിചരൺ കർണേ ദേനാ ചാഹിയേ, പക്ഷികളെ പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് വിചരൺ കർണേ ദേനാ ചാഹിയേ, അതിനെ അവിടെ കറങ്ങി നടക്കാൻ അല്ലെങ്കിൽ പറന്ന് നടക്കാൻ അനുവദിക്കണം. ഉനെ വഹി പ്രസന്നത മിൽത്തി ഹെ, പക്ഷികൾക്ക് അവിടെയാണ് സന്തോഷം കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഹമാരെ എക് പടോസിനെ തോത്ത പാലാത്ത, ഞങ്ങളുടെ ഒരു നൈബർ, പടോസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസി, നൈബർ തത്തയെ വളർത്തിയിരുന്നു.
उस पड़ोसी ने उसे मेले से खरीद कर लाया था. ആ പടോസി ആ നൈബർ ആ തത്തയെ മേളേസെ, മേളാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിബിഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. ഉസ്കെ പരിവാർ കെ സഭി സദസ്യ മൻ സെ ഉസ്കി ദേഖ് രേഖ് കിയാ കർത്തേ थे. ഉസ്കെ പരിവാർ കെ, അവരുടെ ഫാമിലിയിലത്തെ സഭി സദസ്യ, എല്ലാ മെമ്പേഴ്സും, എല്ലാ ആൾക്കാരും മനസ്സെ, വളരെ സ്നേഹത്തോടു കൂടി, മനസ്സെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സോടുകൂടി, അതിൻ്റെ അർത്ഥം വളരെ സ്നേഹത്തോടു കൂടി, ഉസ്കി ദേഖ് രേഖ് കിയാ കർത്തേ थे, അതിനെ സംരക്ഷിക്കുമായിരുന്നു, പറഞ്ഞാൽ അതിനെ ശ്രദ്ധാപൂർവ്വം അതിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിദിൻ ഉസ്കെ പിഞ്ചരയ്ക്ക് സഫായി കിയാ കർത്തേ थे, ഡെയിലി അതിൻ്റെ കൂട് വൃത്തിയാക്കുമായിരുന്നു. പിഞ്ചറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്, കേജ്. एक कटोरी में पानी पीने के लिए तथा खाने के लिए चना दिया जाता था. एक कटोरी में, ഒരു ബൗളിൽ, പാനി പീനെ കെ ലിയെ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഖാനെ കെ ലിയെ, കഴിക്കാൻ വേണ്ടിയിട്ട് ചന, കടലയും വെക്കുമായിരുന്നു. इसके अलावा തോത്തെ കോ മൗസമി ഫൽ തഥാ മിർച്ചി ബി ഖാനെ കോ ദിയാ ജാതാ താ. ഇത് കൂടാതെ ആ തത്തയ്ക്ക് മൗസമി ഫൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ്, അതായത് സീസണിൽ വരുന്ന ഫ്രൂട്ട്സും പിന്നെ മിർച്ച്, മുളകും കഴിക്കാൻ കൊടുത്തിരുന്നു. മേര പടോസി ഘണ്ടോ ഉസ് തോത്തെ സെ ബാത്തേ കിയാ കർത്താ താ. എൻ്റെ നൈബർ മണിക്കൂറുകളോളം ആ തത്തയോട് വർത്തമാനവും പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഓർ ഉസെ ലേക്കർ ഉസെ ഗുമാനെ പാർക്ക് മേ ജായാ കർത്താ താ. ആ തത്തയും കൊണ്ട് പാർക്കിൽ കറങ്ങാനും പോവുമായിരുന്നു. തോത്തേനെ ഘർ കെ സഭി സദസ്യോं के नाम रट लिए थे. ആ തത്ത ആ വീട്ടിലെ എല്ലാ ആൾക്കാരുടെയും പേരുകളും പഠിച്ചു വെച്ചു. രട്ടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പഠിച്ചു. ലേക്കിൻ തോത്ത ഖാന ഭാരി മനസ്സെ ഖാത്താ താ. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കുറവും വെച്ചിട്ടില്ല. എന്നാലും എന്താണ്, തോത്ത ഖാന ഭാരി മനസ്സെ ഖാത്താ താ. ഭക്ഷണം ഭാരി മനസ്സെ ഖാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി, വളരെ വിഷമത്തോടു കൂടിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള, ഭാരമുള്ള മനസ്സ് എപ്പോഴാണ് ഉണ്ടാവുക, നമുക്ക് വളരെയധികം വിഷമം വരുമ്പോൾ അല്ലേ, നമ്മൾ സന്തോഷമില്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് ഭാരി പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭാരമായി തീരുക. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ആ തത്തയെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് പറയുന്നത്. ജബ് മേ പടോസിക്ക് ഘർ പിഞ്ചരയ്ക്ക് പാസ് ജാത്താ താ. ഞാൻ എൻ്റെ പടോസിയുടെ വീട്ടിൽ ആ കൂടിൻ്റെ അടുത്ത് പോവുമായിരുന്നപ്പോൾ വഹ ഹമാരി ഓർ, ആ തത്ത ഞങ്ങളെ ആശാഭരി ദൃഷ്ടിസെ ദേഖ്താ താ. വളരെ ഒരു ആശയോട് കൂടിയിട്ട്, എന്തോ ഒരു പ്രതീക്ഷയോ ആശയോട് കൂടിയിട്ട്, അങ്ങനെ ഒരു ദൃഷ്ടിയോടുകൂടി ഞങ്ങളെ നോക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷിയോं को पिंजरे में बंद करने से, പക്ഷികളെ കൂട്ടിൽ അടയ്ക്കുന്നത് മൂലം കേവൽ ഉൻകി ആസാദി കാ ഹനൻ ഹി നഹി ഹോത്താ, വെറും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനെ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ഹനൻ കർണ എന്ന് വെച്ചാൽ നശിപ്പിക്കുക, നഷ്ടപ്പെടുത്തുക. അപ്പിത്തു പര്യവരൺ ഭി പ്രഭാവിത് ഹോത്താ ഹെ, അതിൻ്റെ എഫക്റ്റ് നമ്മുടെ എൻവയർമെൻറ്റിലേക്കും കൂടി ആയിരിക്കും. എൻവയർമെൻറ്റിനെയും അത് എഫക്റ്റ് ചെയ്യും. പ്രഭാവിത് കർത്താ ഹെ, എഫക്റ്റ് ചെയ്യുക. ഇസ് വിഷയ പർ 10 പങ്ക്തിയോ മേ അപ്നെ വിചാർ ലിഖിയേ. ഈ വിഷയത്തിൽ 10 ലൈനുകൾ നിങ്ങളുടെ ഐഡിയാസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷിയോं को पिंजरे में बंद करके उनके आज़ादी का हनन होता ही है. പക്ഷികളെ കൂട്ടിലിട്ട് അടയ്ക്കുന്നത് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഹനൻ ഹോന, നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ക്യൂങ്കി, എന്തുകൊണ്ടെന്നാൽ ഉൻകി പ്രകൃതി ഹെ ഉഡ്ന, പ്രകൃതി എന്ന് വെച്ചാൽ നേച്ചർ, പക്ഷേ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടർ. അപ്പോൾ പക്ഷികളുടെ ക്യാരക്ടർ എന്താണ്, ഉഡ്ന, പറക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, പറന്ന് നടക്കുക. പിഞ്ചരേമേ ബന്ദ് കർക്കെ ഹം ഉനെ പരാധീന ബനാ ലേത്തെ ഹെ, കൂട്ടിൽ അടച്ചിട്ടിട്ട് നമ്മൾ അതിനെ പരാധീനമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അധീനതയിൽ പറഞ്ഞാൽ നമ്മളുടെ അണ്ടറിലാക്കണതിന്, അല്ലേ, നമ്മളുടെ അണ്ടറിലോ ആരുടെങ്കിലും കസ്റ്റഡിയിൽ, അതിന് സ്വാതന്ത്ര്യമില്ലാതാകുക. പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആസാദി അല്ലെങ്കിൽ സ്വതന്ത്ര, അതിൻ്റെ ഓപ്പോസിറ്റാണ് പരാധീന. സ്ലേവറി എന്നൊക്കെ പറയാം, ഗുലാമി എന്നൊക്കെ പറയാം. ജിസ്സെ ഉൻകി ആസാദി തോ സമാപ്ത ഹോ ഹി ജാത്തി ഹെ, അതിൽ അവരുടെ സ്വാതന്ത്ര്യം സമാപ്തമാകുക തന്നെ ചെയ്യുന്നുണ്ട്. സാത്ത് ഹി പർ ഭി പ്രഭാവിത് ഹോത്താ ഹെ, അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുക മാത്രമല്ല, പര്യവരൺ എൻവയർമെൻറ്റിനും അതുകൊണ്ട് എഫക്റ്റ് ആവുന്നുണ്ട്. പറഞ്ഞാൽ ഈ പറന്ന് നടക്കേണ്ട ഈ പക്ഷികളെല്ലാം എൻവയർമെൻറ്റിൽ നമ്മളുടെ സറൗണ്ടിങ്ങിൽ ഇല്ലാണ്ട് അതെല്ലാം കൂട്ടിൽ അതിനെ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻവയർമെൻറ്റിനെയും ബാധിക്കും. ക്യൂങ്കി पर्यावरण को संतुलित करने में भी पक्षियों का सहयोग होता है. നമ്മുടെ എൻവയർമെൻറ്റ് ബാലൻസ്
ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സന്തുലിത് കർണ എന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷികളുടെ സഹയോഗം, പക്ഷികളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അനിമൽസിനെയും ആവശ്യമാണ്. പക്ഷികളും ബാക്കി എല്ലാ അനിമൽസും, നമ്മൾ ഈ കാണുന്ന എല്ലാ അനിമൽസും നമ്മുടെ പര്യവരണം, നമ്മളുടെ എൻവയൺമെൻറ്റ് ബാലൻസ് ചെയ്യാൻ ആവശ്യമാണ്. പറഞ്ഞാൽ നമ്മൾക്ക് ഡീപ്പായിട്ട് പഠിച്ചാലേ അതിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്തിനാണ് അതെന്തിനാണ്, അങ്ങനെയല്ല. ഏതെങ്കിലും ഒന്ന് കൂടുതലോ കുറവോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എൻവയൺമെൻറ്റിൽ ഉണ്ടാവും നമുക്ക്. പക്ഷി ആഹാർ ശൃംഖലാക്കോ നിയമിത് കർത്തേ ഹെ. പക്ഷികൾ ആഹാർ ശൃംഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിനെ നിയമിത് കർത്തേ ഹെ പറഞ്ഞാൽ അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നു, റെഗുലറൈസ് ആക്കുന്നു. ജैसे घास को टिड्डा खाता है. टिड्डा എന്ന് വെച്ചാൽ ഗ്രാസ് ഹോപ്പർ. അപ്പോൾ ഘാസ് പുല്ലിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. പിന്നെ टिड्डे को പക്ഷി खाते हैं. ഈ ഗ്രാസ് ഹോപ്പറിനെ പക്ഷികൾ കഴിക്കുന്നു. और यदि പക്ഷി ना हो तो, എങ്ങാനും പക്ഷികളില്ലാന്നുണ്ടെങ്കിൽ, ഇതുപോലെ കൂട്ടിലാണ് എല്ലാം എന്നുണ്ടെങ്കിൽ എന്താവും? അപ്പോൾ ഈ ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? टिड्डों की संख्या अत्यधिक हो जाएगी. അപ്പോൾ ഈ ഗ്രാസ് ഹോപ്പറിൻ്റെ സംഖ്യ വളരെയധികം വർദ്ധിച്ചു വരുന്നു. जो फसलों को नष्ट कर देंगे. അത് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? അത് കൃഷിയെല്ലാം നശിപ്പിക്കും. यदि टिड्डे ना हो तो घास इतनी बढ़ जाएगी कि मनुष्य परेशान हो जाएगा. എങ്ങാനും ഗ്രാസ് ഹോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും? പുല്ല് വളരെയധികം വളർന്ന് എല്ലാവിടെയും പുല്ല് നിറഞ്ഞു കിടക്കും. അപ്പം എന്താണ്? മനുഷ്യ പരീക്ഷാൻ ഹോ ജായേഗി. മനുഷ്യർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് എല്ലാം ആവശ്യമാണ്, എല്ലാ തരത്തിലുള്ള അനിമൽസും ആവശ്യമാണ് നമ്മളുടെ എൻവയൺമെൻറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, क्या आपको लगता है कि मानव की वर्तमान जीवन शैली और शहरीकरण से जुड़ी योजनाएं पक्षियों के लिए घातक है? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെന്നാൽ മാനവ് കി വർത്തമാൻ ജീവൻ ശൈലി, മനുഷ്യരുടെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലും, ഓർ ഷഹരീകരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർബനൈസേഷൻ, കൂടുതൽ സിറ്റിയാക്കി മാറ്റുന്ന കാര്യങ്ങൾ, സെ ജുഡി യോജനായെ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ്, യോജനായും പറഞ്ഞ പ്ലാൻസ് പക്ഷിയോं के लिए घातक है. പക്ഷികൾക്ക് ഹാനികരമാണ്, ഹാംഫുൾ ആണ് എന്ന്. അതിൻ്റെ അർത്ഥം അതിന് ജീവൻ എടുക്കുന്ന കാര്യങ്ങളാണ്, പക്ഷികളെ ഇല്ലാതാക്കുന്നതാണ് എന്ന്. ഘാതക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫേറ്റൽ, FATAL ഫേറ്റൽ, അതിൻ്റെ ജീവൻ എടുക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷിയോസെ രഹിത് വാതാവരണമേ, പക്ഷിയോസെ രഹിത് എന്ന് പറഞ്ഞാൽ പക്ഷികൾ ഇല്ലാത്ത വാതാവരണം, മേ അനേക് സമസ്യയെ ഉത്പന്ന ഹോ സക്തി ഹെ. അങ്ങനത്തെ ഉള്ള ഒരു സറൗണ്ടിങ്, ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള സ്ഥലത്ത് അനേക സമസ്യവും പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻ സമസ്യാവോं से बचने के लिए ഈ പ്രോബ്ലംസിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹമേ ക്യാ കർനാ ചെയ്യേ, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഉക്ത വിഷയ പർ വാദ് വിവാദ് പ്രതിയോഗിത കാ ആയോജൻ കീജിയെ. ഈ സബ്ജക്റ്റിൽ, ഈ വിഷയത്തിൽ വാദ് വിവാദ്, ഡിബേറ്റ്, ചർച്ച ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. आंसर, यह कहना गलत नहीं है कि मानव की वर्तमान जीवन शैली और शहरीकरण से जुड़ी योजनाएं पक्षियों के लिए घातक है. यह कहना गलत नहीं है. ഇത് പറയുന്നത് തെറ്റല്ല, അതിൻ്റെ അർത്ഥം ശരിയാണ്. എന്താണത്? കി എന്തെന്നാൽ മാനവ് കി വർത്തമാൻ ജീവൻ ശൈലി ഓർ ഷഹരീകരൺ, മനുഷ്യരുടെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലും ഷഹരീകരണും അർബനൈസേഷനും പറഞ്ഞാൽ കൂടുതൽ സിറ്റിയാക്കി മാറ്റുന്ന കാര്യങ്ങൾ, ഉസേ ജുഡി യോജനായെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള, അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാൻസ് പക്ഷിയോं के लिए घातक है, പക്ഷികൾക്ക് ഹാംഫുൾ തന്നെയാണ്, പക്ഷികളെ ഇല്ലാതാക്കുന്നത് തന്നെയാണ്. क्योंकि शहर में औद्योगिकरण के कारण विषैली गैसें और प्रदूषित जल पक्षियों के लिए हानिकारक होता है. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഷെഹറോമേ, സിറ്റിയിൽ ഔദ്യോഗികരൺ കെ കാരൺ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഔദ്യോഗികരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ഇൻഡസ്ട്രീസ്, കൂടുതൽ ഫാക്ടറികൾ വരിക, കൂടുതൽ ഇൻഡസ്ട്രീസ് വരിക. അപ്പോൾ എന്താവും? അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ സ്മോക്കും ഗ്യാസും എല്ലാം കൂടുതലാകും. ഔദ്യോഗികരൺ കെ കാരൺ, അതിൻ്റെ കാരണത്താൽ വിഷൈലി ഗ്യാസ്, പോയ്സണസ് ഗ്യാസ് ഇഷ്ടം പോലെ അതിന്ന് പുറത്തു വരും, അതും. ഓർ പ്രദൂഷിത് ജൽ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളവും പക്ഷിയോं के लिए ഹാനികാരക് ഹോത്താ ഹെ, പക്ഷികൾക്ക് വളരെയധികം ഹാനികാരകമാണ്, ഹാംഫുൾ ആണ്. ദൂസരി ഓർ അധിക് സെ അധിക് ഭവൻ നിർമ്മാൺ കെ കാരൺ, ഇനിയൊരു കാരണം എന്താണ്?
അധിക് സെ അധിക് കൂടുതലായിട്ട് ഭവൻ നിർമ്മാണം വീടുകൾ കെട്ടുന്നത് കൊണ്ട് പറഞ്ഞാൽ ഈ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, വലിയ വലിയ ബിൽഡിങ്സ് അങ്ങനെയൊക്കെ കൂടുതൽ കെട്ടുന്നതിൻ്റെ കാരണത്താൽ വനവും വ ഹരിയാലി വാലെ ഇലാക്കോം കോ കാട്ട് കർ വനങ്ങളും പിന്നെ ഹരിയാലി വാലെ ഇലാക്കെ എന്ന് വെച്ചാൽ ഗ്രീനറി ആയിട്ടുള്ള പച്ചപ്പുള്ള അതിൻ്റെ അർത്ഥം മരങ്ങളും ചെടികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ഇലാക്ക എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ, അതിനെല്ലാം കാട്ട്കർ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് ബഡെ ബഡെ ഭവൻ ബനാ ദിയെ ജാത്തെ ഹെ വലിയ വലിയ വീടുകൾ കെട്ടുന്നുണ്ട്. ജിസ്സെ പക്ഷിയോं का ആശ്രയ സ്ഥൽ സമാപ്ത് ഹോ ജാത്ത ഹെ അതുകൊണ്ട് എന്താവുന്നത് പക്ഷികൾക്കുള്ള ആശ്രയ സ്ഥലങ്ങൾ ഇല്ലാതാകുന്നു. സമാപ്ത് ഹോത്ത ഹെ ഇല്ലാതാകുന്നു. അതിൻ്റെ അർത്ഥം മരങ്ങളെല്ലാം മുറിക്കുന്ന സമയത്ത് പക്ഷികൾ പിന്നെ എവിടെയാണ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതാവുന്നു. പക്ഷികൾ എവിടെയാണ് താമസിക്കുക? മരങ്ങളിൽ, കാടുകളിൽ. അപ്പോൾ അതൊന്നും ഇല്ലാതാവുന്ന സമയത്ത് പക്ഷികൾക്കും സ്ഥലമില്ലാതാവുന്നു. സാത്ത് ഹി വൃക്ഷോं से പ്രാപ്ത് ഖാദ്യ പദാർത്ഥ അത് മാത്രമല്ല പറഞ്ഞാൽ മരങ്ങൾ മുറിക്കുന്നത് മൂലം അതിന് താമസത്തിൻ്റെ മാത്രമല്ല പ്രശ്നം, ഖാദ്യപദാർത്ഥ കഴിക്കാനുള്ള സാധനങ്ങളും ഫൽ ഫൂൽ ആദി പറഞ്ഞാൽ അതിലുള്ള കായ്കനികളും എന്തെങ്കിലും ഫ്രൂട്ട്സും എല്ലാം അങ്ങനത്തുള്ളതൊന്നും ഇല്ലാതാകുന്നു. ഉന്നി നഹി മിൽ പാത്തെ അവർക്ക് കിട്ടാതാകുന്നു. ऐसा होने पर उन्हें बहुत मुश्किलों का सामना करना पड़ता है ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പക്ഷികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, യദി ആപ്കെ ഘർ കെ കിസി സ്ഥാൻ പർ എങ്ങാനും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് കിസി പക്ഷീനെ അപ്ന ആവാസ് ബനായ ഏതെങ്കിലും പക്ഷികൾ അതിൻ്റെ താമസ സ്ഥലം ആക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ കൂട് കെട്ടിയിട്ടുണ്ടെങ്കിൽ और किसी कारणवश आपको अपना घर बदलना पड़ रहा है तो ആ സമയത്ത് തന്നെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മാറേണ്ടി വന്നാൽ आप उस पक्षी के लिए किस तरह के प्रबंध करना आवश्यक समझेंगे लिखिए. ആ പക്ഷിക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ചെയ്യും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. യദി ഹമാരെ ഘർ മേ കിസി പക്ഷീനെ അപ്ന ഘോസല ബനായാത്തോ എങ്ങാനും ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പക്ഷി അതിൻ്റെ കൂട് കെട്ടിയിട്ടുണ്ടെങ്കിൽ और किसी कारणवश हमें घर बदलना पड़ रहा हो तो ഏതെങ്കിലും കാരണത്താൽ അതേ സമയത്ത് ഞങ്ങൾക്ക് വീട് മാറേണ്ടി വന്നാൽ हम प्रयास करेंगे कि ഞങ്ങൾ ട്രൈ ചെയ്യും. പ്രയാസ് കरेंगे എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോശിഷ് കർണ ട്രൈ ചെയ്യും. कि जब तक घोंसले में रखे अंडों से बच्चे न निकल जाए എപ്പോൾ വരെ ആ കൂട്ടിനകത്ത് വെച്ച മുട്ടകളിൽ നിന്ന് കുട്ടികൾ പുറത്ത് വരുന്നില്ലയോ അതിൻ്റെ അർത്ഥം ആ മുട്ടകൾ വിരിഞ്ഞ് കുട്ടികൾ പുറത്ത് വരുന്നത് വരെയും പിന്നെ ഓർ പക്ഷി ഉന്നെ ഉടന ന സിഖാലെ ആ പക്ഷി ആ പക്ഷിക്കുട്ടികളെ ഉടന ന സിഖാലെ പറക്കാൻ പഠിപ്പിക്കുന്നത് വരെയും തബ് തക്ക് അതുവരെ തബ് തക്ക് എന്നാണ് കേട്ടോ. തബ്ന്ന് 2 പ്രാവശ്യം ഇല്ല. ഘോസ്ലോക്കോ ന ചേടാജായ് ആ കൂടിനെ ചേടന വെച്ചാൽ ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുക, അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. യദി ഫിർ ഭി ഘർ ചോടന അനിവാര്യ ഹുവാത്തോ പിന്നെയും അഥവാ വീട് മാറാൻ ഞങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കാരണത്താൽ നിർബന്ധിതരായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അനിവാര്യ ഹുവാത്തോ അങ്ങനെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉസ് ഘർ മേ ജാനെ വാലെ നയേ പരിവാർ സെ ആ വീട്ടിലേക്ക് വരുന്ന പുതിയ ഫാമിലിയോട് മിൽക്കർ ഞങ്ങൾ കണ്ടിട്ട് यह अनुरोध करेंगे ഞങ്ങൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അനുരോധ് കरेंगे റിക്വസ്റ്റ് ചെയ്യും कि എന്തെന്നാൽ വേ ഘോസ്ലോं को യഥാവത് रहने दे ആ കൂടിനെ യഥാവത് എന്ന് പറഞ്ഞാൽ അതേ സ്ഥാനത്തെ ഉദർ ഹി ഉസി സ്ഥാൻ മേ എന്ന് പറയാം അതേ സ്ഥാനത്ത് रहने दे ഇരിക്കട്ടെ. और न छेड़े അതിനെ ഇളക്കണ്ട. ചേടന എന്ന് വെച്ചാൽ ടീസ് ചെയ്യുക, അതിനെ ഇളക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. കാരണം പക്ഷികളുടെ കൂടിനെ നമ്മൾ മുട്ടയൊക്കെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിലിരിക്കില്ല, അത് തട്ടിയിടും. തഥാ ഉൻക ധ്യാൻ റക്കെ അത് മാത്രമല്ല അത് ശ്രദ്ധിക്കാൻ അതിനെ കെയർ ചെയ്യാനും പറയും. അടുത്ത ക്വസ്റ്റ്യൻ ഭാഷ की बाताണ്. स्वर्ण श्रृंखला और लाल किरण सी में रेखांकित शब्द गुणवाचक विशेषण है. സ്വർണ്ണ ശൃംഖല എന്നുള്ള വാക്കുകളിലും ലാൽ കിരൺ അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും രേഖാങ്കിത് ശബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ അണ്ടർലൈൻ കാണുന്നില്ല, പക്ഷേ അണ്ടർലൈൻ സ്വർണ്ണ ശൃംഖലയിൽ സ്വർണ്ണ എന്നതാണ് അണ്ടർലൈൻ, ലാൽ കിരണിൽ ലാൽ. അപ്പോൾ ഈ രണ്ട് വാക്കുകളും ഗുണവാചക് വിശേഷൺ ഹേ അഡ്ജക്റ്റീവ്സ് ആണിത്. ഗുണവാചക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്സ് ആണ്, അതായത് എന്തെങ്കിലും ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നത്. വിശേഷൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അഡ്ജക്റ്റീവ്. നമ്മൾ ഇംഗ്ലീഷിൽ വെർബിനെ മോഡിഫൈ ചെയ്യാൻ, വെർബിനെ പറ്റിയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന പിന്നെ അഡ്ജക്റ്റീവ്സ്, അതിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഇപ്പം നമ്മൾ എക്സാമ്പിൾ, ഇപ്പോൾ ബേബി, ക്യൂട്ട് ബേബി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ക്യൂട്ട് എന്നുള്ളത് ബേബിക്ക് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദിയിൽ വിശേഷൻ, ഇപ്പോൾ ഗുണവാചക് വിശേഷൻ. അപ്പോൾ ശൃംഖല എന്ന് വെച്ചാൽ ചെയിൻ, അത് എങ്ങനത്തെ ചെയിനാണ്, സ്വർണ്ണ ശൃംഖല, സ്വർണത്തിൻ്റെ. ലാൽ കിരൺ, കിരൺ റേസ്, എങ്ങനത്തുള്ളതാണ്, ലാൽ റെഡ് കളറിൻ്റെ. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. കവിത സെ ഢൂണ്ട് കർ ഇസ് പ്രകാർ കെ 3 और ഉദാഹരണം ലിഖിയേ. കവിതയിൽ നിന്ന് ഇനി 3 എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കനക് തീലിയ, തീലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിയുടെ കൂടില്ലേ, അതിൻ്റെ റോഡ്സ് ഉണ്ടാവില്ലേ, ഇങ്ങനെ ഗ്രിൽസ് റോഡ്സ് പോലെ, അതിനെയാണ് തീലിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനത്തെ തീലിയാണത്, കനക് സ്വർണത്തിൻ്റെ. കട്ടുക്ക് നിബോരി, നിബോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിൻ്റെ സീഡ്, നീമിൻ്റെ സീഡ്. അപ്പോൾ അത് എങ്ങനത്തെയാണ്, കട്ടുക്ക് കയ്പുള്ളത്. താരക് അനാർ, അനാർ എന്ന് പറയുന്നത് എന്താണ്, പൊമോഗ്രാനേറ്റ്, ഒരു ഫ്രൂട്ട്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്യാൻ എങ്ങനത്തുള്ള അനാറാണ്, താരക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താര പോലെ, നക്ഷത്രം പോലെയുള്ളത്. അപ്പോൾ ഈ തീലിയ, നിബോരി, അനാർ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നൗൺസ് ആണ്. അതിൻ്റെ അർത്ഥം ഹിന്ദിയിൽ സംഖ്യ എന്ന് പറയും, സംജ്ഞ അല്ലെങ്കിൽ സംഖ്യ. അപ്പോൾ ഈ കനക്, കട്ടുക്ക്, താരക് എന്നുള്ളതെല്ലാം അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ വിശേഷൻ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂക്കെ പ്യാസെ മേ ദ്വന്ദ് സമാസ് ഹെ. ഭൂക്കെ പ്യാസെ, വിശപ്പും ദാഹവും. അപ്പോൾ 2 വാക്കുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ദ്വന്ദ് സമാസ് എന്ന് പറയും. എപ്പോഴും 2 സൂചിപ്പിക്കുന്നതാണ് ദ്വന്ദ് എന്നുള്ള വാക്ക്. इन दोनों शब्दों के बीच लगे चिन्ह को സാമാസിക് ചിഹ്ന कहते हैं. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ, ഭൂക്കെ എന്നുള്ളതിൻ്റെയും പ്യാസെ എന്നുള്ളതിൻ്റെയും ഇടയിൽ ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചിഹ്നത്തിനെ സാമാസിക് ചിഹ്ന എന്ന് പറയും. ഇസ് ചിഹ്ന സെ ഓർ കാ സങ്കേത് മിൽത്താ ഹെ. ആ ചിഹ്നത്തിൻ്റെ അർത്ഥമാണ് ഓർ, എൻഡ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അത്. അപ്പോൾ ആ ചിഹ്നത്തിൻ്റെ അർത്ഥമാണ് ഓർ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയും അതിനെ വായിക്കാം. സങ്കേത് മിൽത്താ ഹെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജैसे ഭൂക്കെ പ്യാസെ, എക്സാമ്പിൾ ഭൂക്കെ പ്യാസെ എന്ന് വെച്ചാൽ ഭൂക്കെ ഓർ പ്യാസെ എന്നും അതിനെ പറയാം. इस प्रकार के 10 अन्य ഉദാഹരണം खोज कर लिखिए. ഇതേപോലത്തുള്ള ഇനി 10 ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻസർ, ദാൽ റോട്ടി. ദാൽ എന്ന് വെച്ചാൽ പരിപ്പ്, റോട്ടി പറഞ്ഞാൽ ചപ്പാത്തി. അപ്പം ദാൽ ഓർ റോട്ടി. അന്ന ജൽ, അന്നവും ജലവും, അന്ന ഓർ ജൽ. സുബഹ ഷാം, രാവിലെയും വൈകുന്നേരവും, സുബഹ ഓർ ഷാം. പാപ പുണ്യ, പാപവും പുണ്യവും, പാപ് ഓർ പുണ്യ. രാം ലക്ഷ്മൺ, രാമനും ലക്ഷ്മണനും, രാം ഓർ ലക്ഷ്മൺ. സുഖ ദുഃഖ, സുഖവും ദുഃഖവും, സുഖ ഓർ ദുഃഖ. തൻ മൻ, തൻ എന്ന് വെച്ചാൽ ശരീരം, മൻ എന്ന് വെച്ചാൽ മനസ്സ്. അപ്പോൾ ശരീരവും മനസ്സും, തൻ ഓർ മൻ. ദിൻ രാത്ത്, പകലും രാത്രിയും, ദിൻ ഓർ രാത്ത്. ദൂത് ദഹി, പാലും തൈരും, ദൂത് ഓർ ദഹി. കച്ച പക്ക, കച്ച ഓർ പക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ച റോഡ്, പക്ക റോഡ് എന്ന് പറയില്ലേ നമ്മൾ, മഡിൻ്റെ റോഡ് അല്ലെന്നുണ്ടെങ്കിൽ ടാറിട്ടത് കച്ച പക്ക. പിന്നല്ലെങ്കിൽ വെന്തതും വേകാത്തതിനും പറയും കച്ച പക്ക. വേകാത്തതിന് കച്ച എന്ന് പറയും, വെന്തതിന് പക്ക എന്ന് പറയും. അങ്ങനെ പല ടേംസിലും യൂസ് ചെയ്യാറുണ്ട് ഈ കച്ച പക്ക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ആ ഹൈഫണിൻ്റെ അർത്ഥം ഓർ എന്നും യൂസ് ചെയ്യാം എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാം.